നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പാ സർവേശ്വര. സൂര്യസ്പർദ്ധി കിരീടമൂർധ്വതിലക പ്രോദ്ഭാസി ഭാലാന്തരം കാരുണ്യാകുലനേത്രമാർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലൽ കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. കേയൂരാംഗദ കങ്കണോത്തമ മഹാരത്നാങ്കുലീയാങ്കിത ശ്രീമദ്ബാഹു ചതുഷ്ക സംഗത ഗദാശങ്കാരി പങ്കേരുഹാം കാഞ്ചിൽ കാഞ്ചന കാഞ്ചിലാഞ്ചിതലസൽപീതാംബരാലംബിനീം ആലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ഛിദം. യത്രൈലോക്യമഹീയസോപി മഹിതം സമ്മോഹനം മോഹനാൽ കാന്തം കാന്തിനിധാരതോപി മധുരം മാധുര്യധുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. തത്താദൃങ്മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയീ സാ ദേവീ പരമോത്സുകാ ചിരതരം നാസ്തേ സ്വഭക്തേഷ്വപി തേനാസ്യാബദ കഷ്ടം അച്യുതാ വിഭോ ത്വദ്രൂപമാനോജ്ഞഗപ്രേമസ്ഥൈര്യമയാത് അചാബലബലാത് ചാപല്യവാർത്തോദഭൂത്. ലക്ഷ്മീസ്താവകരാമണീയകഹൃദൈവേയം പരേഷ്വസ്ഥിരേതി അസ്മിന്നന്യദപി പ്രമാണം അധുനാ വക്ഷ്യാമി ലക്ഷ്മീപദേ. യേ ത്വധ്യാനഗുണാനുകീർത്തനരസാസക്താ ഹി ഭക്താ ജനാഃ തേഷ്വേഷാ വസതി സ്ഥിരൈവ ദയിതപ്രസ്താവദത്താദരാ. ഏവം ഭൂതമനോജ്ഞതാ നവസുധാ നിഷ്യന്തസന്തോഹനം ത്വദ്രൂപം പരചിദ്രസായനമയം ചേതോഹരം ശൃണ്വതാം സദ്യഃ പ്രേരയത്തെ മതിം മദയത്തെ രോമാഞ്ചയത്യംഗകം വ്യാസിഞ്ചത്യപി ശീതബാഷ്പവിസരൈഃ ആനന്ദമൂർച്ഛോദ്ഭവൈഃ. ഏവം ഭൂതദയാ ഹി ഭക്തി അഭിഹിതോ യോഗസ്സ യോഗദ്വയാത് കർമ്മജ്ഞാനമയാത് ഭൃശോത്തമതരോ യോഗീശ്വരൈർഗീയതേ. സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമ പ്രകർഷാത്മികാഃ ഭക്തിർനിശ്രമമേവ വിശ്വപുരുഷൈർലഭ്യാ രമാവല്ലഭ. നിഷ്കാമം നിയതസ്വധർമ്മചരണം യത്കർമ്മയോഗാഭിധം തദ്ദൂരേത്യഫലം യദ ഉപനിഷദജ്ഞാനോപലഭ്യം പുനഃ. തത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാദ്വിഭോ ത്വത്പ്രേമാത്മകഭക്തിരേവ സതതം. ത്വത്പ്രേമാത്മകഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. അത്യായാസകരാണി കർമ്മപടലാനി ആചര്യ നിർയന്മലാബോധേ ഭക്തിപഥേധവാപ്യുചിതതാമായാന്തി കിം താവതാ. ക്ലിഷ്ട്വാ തർക്കപഥേ പരം തവ വപു
ബ്രഹ്മാഖ്യമന്യേ പുനഃ ചിത്താർദ്രത്വമൃതേ വിചിന്യ ബഹുഭിഃ സിദ്ധ്യന്തി ജന്മാന്തരൈഃ ത്വദ്ഭക്തിസ്തു കഥാരസാമൃതധരീ നിർമ്മജ്ജലേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധപദവീം അക്ലേശദസ്തന്വതീ സദ്യസിദ്ധികരീ ജയത്യൈ വിഭോ സൈവാസ്തു മേ ത്വത്പദപ്രേമ പ്രൗഢിരസാർദ്രത ദ്രുതതരം വാതാലയാധീശ്വര. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീഹരയേ നമഃ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ. രണ്ടാമത്തെ ദശകത്തിലേക്ക് വരുന്ന സമയത്ത് ഭഗവാന്റെ രൂപമാധുര്യം അതേമാതിരി ഭക്തിയുടെ മാഹാത്മ്യമാണ് പറയണത്. ഭക്തി പ്രാർത്ഥന അല്ലെങ്കിൽ ഭക്തിയുടെ മാഹാത്മ്യം എന്ന് പറയും. ഹൃദയം വരണ്ടിരിക്കണ സമയത്ത് ഏതൊരു മനുഷ്യനും തത്വചിന്തകളൊക്കെ വളരെ ഭാരമായിട്ട് തോന്നും. അവരുടെ അടുത്തൊന്നും പോയിട്ട് ഈ ഒന്നാം ദിവസത്തെ 10 ശ്ലോകമൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. മനസ്സ് ആകെ തളർന്നിരിക്കുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് ഫിലോസഫി പറഞ്ഞതിൽ പരം വലിയൊരു ഹിംസ വേറെ ഇല്ല. ഹിംസിക്കലതിന് തുല്യമാണ് ഒരാളോട് പോയിട്ട് വരട്ടുവാദം പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. പക്ഷെ സ്നേഹം കൊണ്ട് ഹൃദയം ആർദ്രമാകുമ്പോൾ ഭഗവാൻ അരികിലേക്ക് വരും, ഏറ്റവും അടുത്ത് വന്നിരിക്കും, ചിലപ്പോൾ മടി കയറിയിരിക്കും. അങ്ങനെ വരുത്താനുള്ളൊരു വിദ്യ. അതുകൊണ്ട് ഈ ദശകത്തിൽ 2 കാര്യമാണ് ചെയ്യണത്. ആദ്യം ആ ദശകം ഭഗവാന്റെ രൂപത്തിനെ അത്രമേലെ വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരും. സൂര്യസ്പർദ്ധി കിരീടമൂർദ്ധതിലകത് പ്രോദ്ഭാസി ബാല, സൂര്യനുമായിട്ട് മത്സരിക്കുന്ന തരത്തിൽ വെട്ടിത്തിളങ്ങുന്ന കിരീടം എന്ന് പറഞ്ഞാൽ തുടങ്ങണേ തന്നെ. ഗുരുവായൂരപ്പൻ്റെ കിരീടത്തിനെ സൂര്യസ്പർദ്ധി കിരീടം എന്ന് വിളിച്ചുകൊണ്ടാണ്. സൂര്യനുമായിട്ട് സ്പർദ്ധ. സൂര്യനാണോ കൂടുതൽ പ്രകാശം അതോ കിരീടത്തിനാണോ കൂടുതൽ പ്രകാശം? കാതിൽ തിളങ്ങണ കുണ്ഡലങ്ങൾക്കാണോ പ്രകാശം അതോ ഭഗവാന്റെ കവിളിലത്തെ ലൈറ്റ് തട്ടിയിട്ട് പ്രകാശം തിരിച്ചടിക്കുകയാണോ? ഇങ്ങനെയൊക്കെയാണ് ഭട്ടതിരി. അതിൻ്റെ കാവ്യഭാഗം ഭയങ്കര രസമാണ്. അതൊക്കെ നിങ്ങൾക്ക് അർത്ഥം വായിച്ച് മനസ്സിലാക്കാം. നമുക്ക് അതിൻ്റെ അകത്തുള്ള ആ ചാറ് പിടിക്കുക. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ മാതിരി അതിൻ്റെ അകത്ത് എന്തുണ്ട് അത് നമുക്ക് കാളി വെച്ചിട്ടുള്ളതാണ്. അതങ്ങോട്ട് എടുക്കുക. അതെടുക്കാനുള്ള ഒരു വഴി നോക്കുകയാണ്. ആ ഒന്നാമത്തെ 2ാമത്തെ ശ്ലോകം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്കൊരു കാര്യം മനസ്സിലാക്കി തരുന്നുണ്ട്. വെറുതെ അല്ല ഭട്ടതിരി ഭഗവാനെ അങ്ങനെ അങ്ങോട്ട് വർണ്ണിക്കണത്, നമ്മളെ ആകർഷിക്കാനാണ്. കുട്ടിയെ മിഠായി കാണിച്ചിട്ട് ഇങ്ങോട്ട് വാ 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 പറഞ്ഞ് വിളിക്കില്ലേ, അതുമാതിരി ഭഗവാന്റെ സൗന്ദര്യം കാണിച്ച് 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 വർണ്ണിച്ച് ഇങ്ങോട്ട് വലിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ വർണ്ണിച്ചു കൊണ്ടിരിക്കണത് അങ്ങോട്ട്. മനുഷ്യർക്കൊക്കെ ഈ പടികൾ കയറിപ്പോകാൻ ഏറ്റവും എളുപ്പമുള്ള കോണിപ്പടിയാണ് ഭഗവാന്റെ സൗന്ദര്യം. ഇല്ലെങ്കിൽ നമ്മൾ കയറിപ്പോവില്ല. ആ സൗന്ദര്യം കാണിച്ച് കയറ്റി വിടാൻ വേണ്ടിയിട്ട് ആദ്യത്തെ 2 ശ്ലോകങ്ങളെ കൊണ്ട് വെറും അലങ്കാരം പറയണില്ല, അത് ഭഗവാന്റെ തന്നെ കരുണയുടെ ദൃശ്യാവിഷ്കാരമാണെന്നാണ് പറയണത്. ഭഗവാന് സത്യത്തിൽ രൂപമില്ല. ഇങ്ങനെ ആയിരിക്കണം ഭഗവാൻ. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി, രാവിലെ പറഞ്ഞ മാതിരി ഭഗവാൻ ഇങ്ങനെ പീലിയും ഇതൊക്കെ വെച്ച് വരണം എന്നൊരു നിർബന്ധമില്ല. ചിലപ്പോൾ ടീഷർട്ടും ജീൻസൊക്കെ ഇട്ട് ഇവിടെ നടക്കുന്നുണ്ടാവും, നൂഡിൽസ് കഴിക്കുന്നുണ്ടാവും എന്നൊക്കെ ഞാൻ രാവിലെ പറഞ്ഞ ഓർമ്മയില്ലേ? നൂഡിൽസ് അത് ഓർമ്മയുണ്ട് എല്ലാവർക്കും, ചിരിക്കുന്നുണ്ട്. അപ്പോൾ സൂര്യനേക്കാൾ തിളക്കമുള്ള കിരീടം, തിലകം. അറിയാം, തിലകം പറയുമ്പോൾ തന്നെ നമ്മൾ പണ്ടിവിടെ ഈ വേദിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, കസ്തൂരി തിലകം ലലാടഫലകേ വക്ഷസ്ഥലേക വസ്തു. കർണാമൃഗത്തിലെ വരികളൊക്കെ, വില്വങ്കലത്തിൻ്റെ കുണ്ഡലങ്ങൾ, കൗസ്തുഭം, വനമാല, ശ്രീവത്സം, ശംഖ്, ചക്രം, ഗദ, പത്മം, ഇതൊക്കെ ധരിച്ച 4 തൃക്കരങ്ങൾ. ഇതൊക്കെ ഒരു ചിത്രകാരൻ എങ്ങനെയാണോ വരച്ച് മെല്ലെ മെല്ലെ ഓരോ ഡീറ്റെയിൽ കൊടുത്ത് വരയ്ക്കുക, അതുപോലെ ഭട്ടതിരി തൻ്റെ മനസ്സിൽ കാണുന്നതിനെ വാക്കുകളെ കൊണ്ട് ഇങ്ങനെ വരച്ചു വയ്ക്കണം. പക്ഷെ ആ വർണ്ണനയുടെയൊക്കെ സെൻറ്റർ പോയിൻ്റ് ഒന്നാണ്, കാരുണ്യാമൃത ഒഴുകണ ആ ആർദ്രമായിട്ടുള്ള കണ്ണുകൾ. കാരുണ്യം കൊണ്ട് ആർദ്രമായിട്ടുള്ള ഭഗവാന്റെ കണ്ണുകൾ, അത് നമ്മുടെ ഉള്ളിലുള്ള ഭയത്തിനെ പോലെ അലിയിച്ച് കളയണ പുഞ്ചിരി. ഇത് 2 എണ്ണമാണ് ഇതിലത്തെ ക്രക്സ്. ബാക്കിയൊക്കെ മറന്നാലും ആ കണ്ണ് മറക്കരുത്, ആ ചിരി മറക്കരുത്. ധ്യാനിക്കുമ്പോൾ അവസാനം നമ്മൾ എത്തേണ്ടതായില്ല ആ ചിരിയിലാണ്. അവസാന ആ ചിരിയിൽ ആനന്ദം മാത്രമായിട്ട് നമ്മളും ഭഗവാനും അവശേഷിക്കേണ്ട ഒരു അവസ്ഥയെത്തും. അതാണ് സമാധി. കാരണം മനസ്സിന് വെറൈറ്റി കൊടുക്കണം. ഗുരുവായൂരപ്പൻ ഇങ്ങനെ ഒരു അച്ചു വാർത്ത മാതിരി ധ്യാനിക്കരുത്. കാല് ധ്യാനിക്കുക,
കണങ്കാല് ധ്യാനിക്കുക, തുട ധ്യാനിക്കുക, അരക്കെട്ട് ധ്യാനിക്കുക, ഓരോന്നായിട്ട് മെല്ലെ ദിവസങ്ങൾ എടുത്തിട്ട് ഇന്ന് ഒരാഴ്ച നിങ്ങൾ അരക്കെട്ട് ധ്യാനിക്കൂ, ഒരാഴ്ച നിങ്ങൾ വയറ് ധ്യാനിക്കൂ, മെല്ലെ പോയാൽ മതി. അങ്ങനെ ധ്യാനിച്ച് കുറേ ദിവസം കഴിയുമ്പോൾ മുഖമെത്തി കഴിയുമ്പോഴേക്കും ധ്യാനം ഏകദേശം നന്നായി ഉറച്ചിട്ടുണ്ടാവും. കണ്ണുകൾ ധ്യാനിക്കുക. ചിലപ്പോൾ അവിടെ കുടുങ്ങി കിടക്കും കുറേ കാലം. കുറച്ച് കാലം കണ്ണ് തന്നെ നോക്കിയിരുന്നിട്ട് അങ്ങനെ കുടുങ്ങും. പിന്നെ അത് കഴിഞ്ഞ് മൂക്ക്, അത് കഴിഞ്ഞ് ചുണ്ട്, ചിരി, അവസാനം ചിരിയും മാഞ്ഞ് ആനന്ദം മാത്രമായിട്ട് മാറും. എൻ്റെ കൃഷ്ണാസ് വിസ്പർ എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കൃഷ്ണമന്ത്രണം പുസ്തകം, അവിടെ കൈവേറുത്. അതിൽ ആ പുസ്തകത്തിൻ്റെ കോർ ഐഡിയ തന്നെ ഇതാണ്. ഭഗവാന്റെ രൂപവും ഭഗവാന്റെ ചെയ്തികളിലും കൂടെ ഭഗവാനിൽ മനസ്സുറപ്പിച്ച് നിർത്താൻ വേണ്ടി ഉള്ള ഒരു ശ്രമം. അപ്പോൾ ചിത്രകാരൻ വർണ്ണിക്കണ പോലെ വർണ്ണിക്കുന്നുണ്ടെങ്കിലും കണ്ണുകളെയും ചിരിയെയും വിട്ടുകളയാൻ പാടില്ല. അതുകൊണ്ട് ഭട്ടതിരി ശരിക്കും നമ്മുടെ അടുത്ത് പറഞ്ഞെന്താ, സൂക്ഷിച്ച് നോക്ക്. ഭഗവാന്റെ സൗന്ദര്യം, ഗുരുവായൂരപ്പൻ്റെ സൗന്ദര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഭരണപ്പെട്ടി പോലെയല്ല. അല്ലിയുടെ ആഭരണം കണ്ട നാഗവല്ലിയുടെ അല്ലേ, ഇവരുടെ എടുക്കില്ലേ, അതുപോലെ നോക്കരുതെന്ന്. അത് അമ്മയുടെ മുഖം പോലെയാണെന്നാണ് പറഞ്ഞത്. ഭഗവാന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ പെറ്റമ്മയുടെ മുഖം കാണുമ്പോൾ വേഭതു പിടിച്ചിട്ട് ഓടി നടക്കണം, വിറച്ച് നടക്കണം, കരഞ്ഞ് നടക്കണം കുട്ടി. ഇങ്ങനെ അമ്മയുടെ മുഖത്ത് നോക്കിയിട്ടാ ഇങ്ങോട്ട് അങ്ങോട്ട് വലിച്ച് ശാന്തനാവുക അല്ലേ. കുട്ടിക്ക് അമ്മയുടെ മുഖം കാണണം. ആരാ വാരിയെടുത്തതെന്ന് പോലും അപ്പം അറിയില്ല. മുഖം കാണുമ്പോഴാണ് ശാന്തത വരിക. അമ്മയുടെ മുഖം കാണുന്നതിന് തുല്യം അത്ര ഭഗവാന്റെ സൗന്ദര്യം കാണിച്ചു തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഭഗവാന്റെ സൗന്ദര്യം കണ്ടാൽ നമ്മുടെ മനസ്സടങ്ങും. അതുകൊണ്ട് കവി ഇവിടെ ആഭരണങ്ങളെ ഒന്നും ആസ്വദിക്കുന്നില്ല. കിരീടം തിളങ്ങിക്കോട്ടെ, കുണ്ടലങ്ങൾ തിളങ്ങിക്കോട്ടെ, ഒക്കെ എന്തോ ആയിക്കോട്ടെ, ഭഗവാന്റെ കണ്ണും ചിരി അത് കണ്ടാൽ മതി. അതിന് മാറ്റമില്ലല്ലോ. ഭഗവാൻ ആഭരണം ഇട്ടാലും ആഭരണം ഇട്ടില്ലെങ്കിലും, മേക്കപ്പ് ഇട്ടാലും മേക്കപ്പ് ഇട്ടില്ലെങ്കിലും, കണ്ണെഴുതിയാലും കണ്ണെഴുതിയില്ലെങ്കിലും, റോസ് പൗഡർ ഇട്ടാലും ഇല്ലെങ്കിലും ഗുരുവായൂരപ്പൻ്റെ കണ്ണും ചിരിയും മാറാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് മറക്കരുത് എന്നാണ് പറയണത്. എന്നിട്ട് പറയുക, അത് കൊടുക്കുന്ന ആശ്വാസത്തിനെ നുകരുകയാണ്. ഭഗവാന്റെ പാദങ്ങൾ നിർമ്മലമായിട്ടുള്ള ഒരു പൊടിയോ ചെളിയോ ഇല്ലാത്ത താമര പോലെ തിളങ്ങണു, ദുഃഖത്തിനെ നശിപ്പിക്കണു എന്ന് പറയണതിൻ്റെ അർത്ഥം മനസ്സ് ഭഗവാന്റെ ആ രൂപത്തിൽ സ്പർശിക്കുമ്പോൾ മനസ്സ് ആലോചിക്കുകയാണ്, ഞാൻ എത്ര ശുദ്ധനായിരുന്നു പണ്ട് എന്ന്. ശുദ്ധമായിട്ടുള്ളൊരു വസ്തുവിനെ കാണുകയാണ് മനസ്സിൽ ധ്യാനിക്കുമ്പോൾ. മനസ്സ് ചിന്തിക്കണം എന്താ, എപ്പടി ഇരുന്ന ഞാൻ ഇപ്പടി ആയിട്ടേ. നേരത്തെ മാമ എന്നോട് വേറെ ശരത്ത് ഇടയ്ക്ക് ഒരു തമിഴൊക്കെ പറയാന്ന്. അപ്പോൾ ഇതാണ് പെട്ടെന്നിപ്പോൾ വന്നത്. അപ്പോൾ മനസ്സാലോചിക്കുകയാണ്, പണ്ട് ഞാൻ എത്ര, നമ്മൾ പറയില്ലേ ആ കുട്ടിക്കാലം നമ്മൾ എത്ര നിഷ്കളങ്കായിരുന്നു, എത്ര മനോഹരമായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ, അതേമാതിരി ഗുരുവായൂരപ്പൻ്റെ ആ തൃപ്പാദം, ആ താമര പോലുള്ള കാല് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കണേ, ഓ നമ്മൾ എത്ര പ്യുവറായിരുന്നു എന്ന് ചിന്തിക്കണം എന്നാണ് പറയണത്. മൂന്നാമത്തെ ശ്ലോകം വിശേഷണങ്ങളുടെ അടുത്ത ഘട്ടമാണ്. സത്യത്തിൽ സ്നേഹത്തിൻ്റെ ഒരു നിസ്സഹായാവസ്ഥ ഭട്ടതിരി അവിടെ പറയുന്നു. സ്നേഹിക്കണതിനൊരു നിസ്സഹായാവസ്ഥയുണ്ട്. എത്ര തന്നെ വെച്ച് സ്നേഹിക്കാൻ പറ്റും, ആ ഒരു നിസ്സഹായാവസ്ഥ അവിടെ വരികയാണ്. മഹത്തായതിനെക്കാട്ടിലും മഹത്തരമായത്, ആ ശ്ലോകം ആലോചിച്ച് നോക്കുക. മഹത്തായതിനെക്കാട്ടിലും മഹത്തരം, ആകർഷകമായതിനെക്കാട്ടിലും ആകർഷകം, മധുരമായതിനെക്കാട്ടിലും മധുരമായത്, അത്ഭുതത്തിനെക്കാട്ടിലും അത്ഭുതമായത്. ഇതൊന്നും അതിശയോക്തിക്ക് വേണ്ടിയിട്ടല്ല പറയണത്. ഹൃദയം ഭഗവാനെ, ഗുരുവായൂരപ്പനെ കാണുന്ന സമയത്ത് നമ്മുടെ നാവിന് ഭ്രാന്ത് പിടിക്കും. ഹൃദയം ഗുരുവായൂരപ്പനെ കാണുന്ന സമയത്ത് നാവിന് ഭ്രാന്ത് പിടിക്കും. അത് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കും. ഓ എന്തൊരു ചന്തം, എന്തൊരു ചന്തം, എന്തൊരു ചന്തം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അത്രേ. ഇത് അനുഭവത്തിൽ വരുന്നവർക്ക് അറിയും. നമ്മൾ പറയും എന്തു ഭംഗിയാ എന്ന് പറയും. ഇപ്പം നമ്മളിവിടെ തന്നെ സ്വാമിയെ കണ്ണു വെച്ചുകൊണ്ടേ ഇരിക്കില്ലേ, അങ്ങനെ കണ്ണു വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ സൗന്ദര്യം കാണാൻ നാക്കിന്ന് വിശ്രമമില്ലാണ്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അവിടെ നമ്മൾ ഈ ലോകത്തിലുള്ള മറ്റ് സൗന്ദര്യമുള്ള വസ്തുക്കളായിട്ട് ഭഗവാനെ താരതമ്യം ചെയ്യണില്ല. മനുഷ്യൻ സാധാരണ ഏത് വസ്തുവിനെ ലോകത്തിൽ ഭംഗിയുള്ള കണ്ടാലും വേറൊന്നുമായിട്ട് കമ്പയർ ചെയ്യും. ഭഗവാനെ കണ്ടാൽ കമ്പയർ ചെയ്യാനൊന്നുമില്ല. എന്തിനെ കമ്പയർ ചെയ്യും? കമ്പയർ ചെയ്യാൻ പറ്റില്ല. ആ കമ്പയർ ചെയ്യാൻ പറ്റായ്മയുടെ ആഘോഷമാണ് സൗന്ദര്യലഹരി, അമ്മയുടെ സൗന്ദര്യം വർണ്ണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ഉറപ്പാണ്, ഒരിക്കൽ ഈ രൂപം നുകർന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നിനും മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല. അത് ரொம்ப ഡേഞ്ചറസ്. കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് പിടിപിടില്ല. ഭഗവാന്റെ ആ രൂപം ഒരിക്കൽ കണ്ടാൽ പിന്നെ പിടിപിടില്ല എന്ന് പറയും. 4ഉം 5ഉം ശ്ലോകത്തിൽ പറയണു, ഭഗവാൻ സ്മരിക്കുന്ന സ്ഥലത്ത് മഹാലക്ഷ്മി പോലും വസിക്കണമെന്ന്. ഭഗവാനെ സ്മരിക്കുന്ന സ്ഥലത്ത്, ഭഗവാനെ ആരെവിടെയാണോ സ്മരിക്കണത് അവിടെ ലക്ഷ്മി ഉണ്ടെന്നാണ് പറഞ്ഞു. ലക്ഷ്മി ദേവിയെ കുറിച്ചിട്ട് അവിടെ ഒരു ചെറിയ തമാശയും പറഞ്ഞു വെക്കുന്നുണ്ട്.
ലക്ഷ്മി ഒരു സ്ഥലത്ത് നിൽക്കാത്തത് കൊണ്ട് ആൾക്കാർ അവളെ ചഞ്ചലാന്ന് വിളിക്കും. പക്ഷെ സത്യം ഇതാണ്, ഭഗവാന്റെ സൗന്ദര്യം കൊണ്ട് ആകർഷിക്കപ്പെട്ടിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞു രാവിലെ, അവൾ ഇടയ്ക്കിടയ്ക്ക് ഓടിപ്പോകണമെന്ന്. അതുകൊണ്ടാണ് അത്ര മഹാലക്ഷ്മി അസ്ഥിരയായി പോയത്. ഒരാളുടെ അടുത്തും പൂർണ്ണമായിട്ട് ഇരിക്കില്ല എന്ന്. ഇടയ്ക്കിടയ്ക്ക് ഭർത്താവിനെ കാണണം തോന്നും, അപ്പോൾ ഓടും. അതോടെ ഇവൻ്റെ കഥയും പോരും. ആരെടുത്തു നിന്നാണോ എണീച്ചോടിയത് ആ ആളുടെ കഥ പോയി. അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. അതിനുശേഷം വളരെ ഡെപ്തായിട്ടൊരു കാര്യം പറഞ്ഞു. ധ്യാനത്തിലും കീർത്തനത്തിലും ഒക്കെ ഭഗവാന്റെ ഗുണഗണങ്ങൾ ആസ്വദിക്കണതിലും മുഴുകിയിരിക്കുകയും ചെയ്യുന്ന ഭക്തരോടൊപ്പമാണ് മഹാലക്ഷ്മി ശരിക്കും സ്ഥിരമായിട്ട് വസിക്കണമെന്ന്. അവിടെ നമ്മൾ കരുതുന്ന ലക്ഷ്മി അല്ലാതെ ആ പരമാനന്ദ സന്തോഷ ലക്ഷ്മിയാണ് ഭട്ടതിരി ഇവിടെ പറയണത്, അല്ലാണ്ട് റോക്കടയല്ല. ഈ കാശാകുന്ന ലക്ഷ്മി അല്ല അത് പറയണത്. എവിടെ ഭക്തി ഉണർന്നിരിക്കണ്ടോ അവിടെ ജീവിതം ശരിയായ പാതയിലാവണം. എവിടെയാണോ ലക്ഷ്മി ഇരിക്കണത് അവിടെ ജീവിതം ശരിയായ പാതയിൽ വരും. ലക്ഷ്മി ഇല്ലാത്ത സ്ഥലത്ത് ജീവിതം ശരിയായ പാതയിലാവില്ല. കാരണം ലക്ഷ്മി എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ ലക്ഷ്യത്തിലെത്തിക്കണവളെന്നാ. എന്താ ലക്ഷ്യം? ആ തൃപ്പാദങ്ങളാണ്. ആ വിഷ്ണുപാദത്തിൽ എത്തിക്കാൻ സഹായിക്കുന്ന ആളാണ് ലക്ഷ്മി. അതുകൊണ്ട് ജീവിതം ശരിയായ പാതയിലാവും ഭക്തി ഉണർന്നാൽ. ഹൃദയം സ്ഥിരമായിട്ടിരുന്നാൽ ലൗകികമായിട്ടുള്ള ഐശ്വര്യങ്ങൾ പോലും അവിടെ സ്ഥിരത കണ്ടെത്തും. ഭഗവാൻ നമ്മുടെ വീട്ടിൽ താമസിച്ചാൽ സകലതും ക്രമത്തിലാവും. ഒരു പരിശ്രമവും ചെയ്യണ്ട. കാരണം വീടിൻ്റെ കേന്ദ്രം ഭഗവാനാണ്. വീടിൻ്റെ കേന്ദ്രം ഭഗവാനായാൽ അവിടുത്തെ എല്ലാം ക്രമമാവും. കാരണം അത് ഭഗവാന്റെ വീടാവും. ഭഗവാന്റെ വീടായാൽ പിന്നെ അത് ക്രമമായേ പറ്റൂ. ആ വിധത്തിൽ ഭഗവാനെ ആരാധിക്കാൻ സാധിക്കണം. അതിന് പൂജ കഴിക്കുക, അഭിഷേകം ചെയ്യുക, ഒന്നും ചെയ്യണ്ട. അവിടെ ഉണ്ടായാൽ മതി ഒരു സാന്നിധ്യം. എത്രയോ നിത്യപൂജ ചെയ്യണ വീടുകളുണ്ട്. പക്ഷേ അവർക്കതൊക്കെ വിഗ്രഹങ്ങളാണ്. തേവാരമൂർത്തി എന്നാണ് പറയുക. ഭഗവാനല്ല അവർക്കത്. പൂർവികർ പൂജിച്ചിരുന്നു, ഞാനും പൂജിക്കണം. അല്ലെങ്കിൽ ഞാൻ തുടങ്ങി വെച്ചു, ഞാനും പൂജിക്കണം. എന്തിനോ വേണ്ടി പൂജിക്കണം. പൂജ ഒരു ചടങ്ങും ചിട്ടയായിട്ട് മാറും. എന്നിട്ട് പറയും നമ്മളൊക്കെ ആസ്തികരാണെന്ന്. പക്ഷെ അവിടെ ഭഗവാന് വേദനിക്കുണ്ടോ? ഭഗവാന് വിശക്കുണ്ടോ? ഭഗവാൻ എന്തവസ്ഥയിലാണ്? ഇടയ്ക്കിടയ്ക്കൊന്ന് അന്വേഷിക്കാൻ, അത് മാത്രം ചെയ്താൽ അതന്നെ പൂജ. അതിൽ കവിഞ്ഞിട്ട് വേറെ ഒന്നും നമുക്ക് കിട്ടാനില്ല എന്നാണ് പറയുന്നത്. രൂപത്തിനെ കുറിച്ചിട്ട് യഥാർത്ഥമായിട്ട് കേൾക്കുന്ന സമയത്ത് കേൾവിക്കാരൻ എന്താ സംഭവിക്കുക? ശുദ്ധമായിട്ടുള്ളൊരു അനുഭവം വരും. ആ രൂപത്തിനെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ മനസ്സിങ്ങനെ വലിച്ചെടുക്കും. ആനന്ദം വരും, രോമാഞ്ചമുണ്ടാവും, കണ്ണീരൊഴുകും. ഭക്തിയുടെ ആന്തരിക പ്രക്രിയ ഇതാണ് ശരിക്കും ഭക്തിയുടെ ഇൻറ്റേർണൽ പ്രോസസ്സ്. ഇത് വെറും സിദ്ധാന്തോ തിയറിയൊന്നുമല്ല. നമ്മളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും എപ്പോഴെങ്കിലുമൊക്കെ, അല്ലേ? എപ്പോഴെങ്കിലുമൊക്കെ ഭഗവാനോട് ഇങ്ങനെ ഭഗവാന്റെ രൂപം കാണുമ്പോൾ തന്നെ മനസ്സിങ്ങനെ അങ്ങോട്ട് പോവും. കാന്തം വലിക്കണ മാതിരി അങ്ങോട്ട് വലിക്കും. എന്തോ ഒരു ആനന്ദം വരും അകത്ത്, രോമാഞ്ചം വരും. ചിലർക്ക് കണ്ണീരിങ്ങനെ ധാരധാരയായിട്ട് ഒഴുകും. ഭക്തിയുടെ ഒരു ഇൻറ്റേർണൽ പ്രോസസ്സ് നമ്മളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഭാവം വരുമ്പോൾ ശരീരം സംസാരിക്കും. അതുകൊണ്ടാണ് രോമാഞ്ചം വരണത്, കണ്ണീര് വരണത്. കണ്ണുനീര് ഒരു ബലഹീനതയല്ല. ചിലർ കരയാതിരിക്കാൻ നോക്കും. ആരെയും കാണണ്ടോ? ചെയ്യരുത്. കരയണം, കരഞ്ഞേക്കണം. അതുകൊണ്ടല്ല പറയണം നാണം കൈവിട്ട് കൂപ്പി സ്തുതിക്കണം നീ പറഞ്ഞതിൻ്റെ അർത്ഥമാണ്. ഭക്തിയിൽ ഭക്തി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം തരലാണ്. ആ സമയത്ത് നമ്മൾ നമ്മളെ നിയന്ത്രിക്കാൻ നോക്കുക അവരുടെ കഷ്ടമാണ്. മറ്റുള്ളവരെന്ത് നമ്മളങ്ങനെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാതെ ചെയ്യേണ്ട കാര്യങ്ങൾ വേറെയുണ്ട്. ഔചിത്യം കൊണ്ട് അവിടെ ചെയ്യുന്നില്ല. ഇതിന് മാത്രം നിയന്ത്രണം വെക്കണം. ഹരിദോസ്ഗിരി മഹാരാജ് പണ്ട് ഗുരുവായൂർ വന്നിട്ട് ഈ ചമ്പൈ സംഗീതോത്സവത്തിന് ഒരു ഭജനോത്സവത്തിന് 90കളിൽ വന്ന ഒരിതുണ്ട്. ആ മഹാത്മാവ് കൈതട്ടുങ്കോ പറയും എല്ലാവരോടും. എവിടെ തട്ടാ? മലയാളിയല്ലേ, ജമ്മം പോയാൽ തട്ടുവോ? ഇപ്പം നമ്മുടെ ഗ്രാമത്തിലൊക്കെ നമ്മൾ ഈ രാധാകല്യാണമൊക്കെ കണ്ടിട്ട് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ഓരോ ഭജനയ്ക്ക് പോകുമ്പോൾ സങ്കടം വരും. ഇപ്പം മൊബൈൽ ഫോൺ വീശലാണ് പണി, കത്തിച്ചിട്ട്. കണ്ടിട്ടുണ്ടോ മൊബൈൽ ഫോൺ? രാഹുവാണ് ഈ സാധനം പിടിച്ചിട്ടാണ് മൊത്തം കളി. കൈതട്ടില്ല, ഒന്ന് എണീച്ച് നൃത്തം വയ്ക്കില്ല. അപ്പം അദ്ദേഹം അവസാനം സഹി കെട്ടിട്ട് പറഞ്ഞു, അത്ര കർമ്മദോഷം അതാണ് കൈ പൊങ്ങാത്തത്. ആ മഹാത്മാവിൻ്റെ വായുന്നത് വരുത്തിച്ചില്ലേ? സങ്കടം തോന്നുന്നു. ആ വീഡിയോ ഉണ്ട്, യൂട്യൂബിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. 91-ലോ 92-ലോ ഗുരുവായൂർ സംഗീതോത്സവമാണ്. അതാണ് അവസ്ഥ. അപ്പോൾ ഭാവം വരുമ്പോൾ ശരീരം സംസാരിക്കും. കണ്ണുനീര് ബലഹീനതയല്ല, അത് ഹൃദയത്തിലെ സത്യം കരകവിഞ്ഞൊഴുകണമെന്നാണ് പറയണത്. ഹൃദയം ദ്രവിക്കുമ്പോൾ, ഹൃദയദ്രവീകരണം സംഭവിക്കുമ്പോൾ ശരീരം പിന്നെ എന്തു ചെയ്യും? കണ്ണുനീർ ഗ്രന്ഥികൾ അനുസ്യൂതം ടിയേഴ്സ് അത് പൊഴിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നാരായണീയൻ കാണിച്ചു തരുന്നത് ഭക്തി വെറും സങ്കല്പമാണെന്നല്ല, ആന്തരികമായിട്ടുള്ള ചൈതന്യത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ട്രാൻസ്ഫോർമേഷനാണ്. ഇന്നലെ ഞാൻ പറഞ്ഞത് ട്രാൻസ്ഫോർമേഷൻ. 7-8 ശ്ലോകങ്ങളിൽ കർമ്മത്തിനെക്കാട്ടിലും ജ്ഞാനത്തിനെക്കാട്ടിലും ഭക്തി എന്തുകൊണ്ടാണ് പുകഴ്ത്തപ്പെടണമെന്ന് പറയുന്നുണ്ട്. കർമ്മം ജ്ഞാനം എന്നിങ്ങനെയുള്ള 2 യോഗങ്ങളെക്കാട്ടിലും ഭക്തി വളരെ വലുതാണെന്ന് ഭട്ടതിരി പറയണു.
അത് കർമ്മത്തിനെയോ ജ്ഞാനത്തിനോ അപമാനിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഭക്തി എന്ന് പറയണത് എല്ലാവർക്കും അനുവർത്തിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. വയ്യാണ്ട് കിടക്കുന്ന ഒരാളുടെ അടുത്ത് കർമ്മയോഗിയാവാൻ പറയാൻ പറ്റുമോ? ബുദ്ധി കുറഞ്ഞ ഒരാളോട് ആത്മവിചാരം ചെയ്തിട്ട് വേദശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ട് നേതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കാൻ പറയാൻ പറ്റുമോ? പറ്റില്ല. ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനിക്കും പറ്റും, കർമ്മശേഷി ഉള്ളവനും പറ്റും, കർമ്മശേഷി ഒട്ടുമില്ലാത്തവനും പറ്റും, ബുദ്ധിശക്തി ഒട്ടുമില്ലാത്തവനും പറ്റും, എന്തിന് വിവേചന ബുദ്ധി ഇല്ലാത്തവന് പോലും ഭക്തി കൊണ്ട് വർക്കാക്കാം. അതിന് വേണ്ട ഒരു രൂപം കൊടുത്തിട്ടുണ്ട്, ഒരു കൊച്ചു ഉണ്ണിയുടെ രൂപം, ആർക്കും അപ്രോച്ചബിൾ. അങ്ങനെ ഒരു രൂപം കൊടുത്ത് എല്ലാവർക്കും ഗുണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് കർമ്മയോഗം എന്ന് പറയുന്നത് വളരെ ദീർഘകാലം ചെയ്യേണ്ടതും സാവധാനത്തിലുള്ളതാണ്. ഓരോ നല്ല കാര്യം ചെയ്തിട്ട് വഴിയിൽ ഫ്ലെക്സ് വെച്ചിട്ട് കാര്യമില്ല, അത് കർമ്മയോഗമല്ല. പണ്ടെൻ്റെ അടുത്തൊരു അമ്മ വന്നിട്ട് ചോദിച്ചു, എൻ്റെ മരുമകൻ വലിയ ഡോക്ടറാണ്, അദ്ദേഹത്തിന് 70 വയസ്സായി, ഈ അമ്മമ്മയ്ക്ക് തന്നെ 90 വയസ്സുണ്ട്. എന്നോട് വന്ന് ചോദിച്ചു, കുട്ടി അവന് മോക്ഷം കിട്ടുമോ? അവൻ ദൈവവിശ്വാസിയല്ല, പക്ഷേ എല്ലാവർക്കും നന്മ ചെയ്യുന്ന ആളാണ്, ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് ചികിത്സ ചെയ്യണം. അഭേദാനന്ദാശ്രമത്തിൽ വെച്ചിട്ടാണ് തിരുവനന്തപുരത്ത് എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ആ സ്ഥലത്ത് നിന്നിട്ട് സുഖിപ്പിക്കാൻ പറയാൻ പറ്റില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ അദ്ദേഹം ആ ചെയ്യണത് ഞാൻ ചെയ്യണമെന്ന് പറയാണ്ട് ചെയ്യണ്ടെങ്കിൽ അദ്ദേഹം രക്ഷപ്പെടും പറഞ്ഞു. അത്രേ ഉള്ളൂ. അല്ലാണ്ട് 90 വർഷം എന്താതൊരു ശുശ്രൂഷ ചെയ്തിട്ടും ഞാനത് ചെയ്യണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ ആ സെക്കൻഡ് കഴിഞ്ഞു, ഉള്ളു പോയി. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഈ സോഷ്യൽ സർവീസ് നടത്തുന്നവർക്കൊന്നും മോക്ഷം കിട്ടാറില്ല. ജ്ഞാനയോഗം എന്ന് പറഞ്ഞാൽ അത്യന്തം സൂക്ഷ്മവും മനസ്സിനെ വഴി പോകാണ്ട് ഉറപ്പിച്ച് നിർത്താൻ പ്രയാസമുള്ളൊരു കാര്യമാണ്. വളരെ ബുദ്ധിമുട്ടാണ്. ഓരോ സെക്കൻഡും നേതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ. ഇത് മായ, അത് സത്യം, ഇത് മായ, അത് സത്യം. എങ്ങനെ ജീവിക്കും? ബുദ്ധിമുട്ടാണ്, നടക്കില്ല. അതങ്ങനെ ഇരുന്ന് അഭ്യസിക്കുന്ന ഒരാൾക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ. പക്ഷെ ഭക്തി അങ്ങനെയല്ല, മധുരമാണ്, എളുപ്പത്തിൽ പിടിച്ചെടുക്കാം, സംതൃപ്തി തരും. കാരണം അത് സ്നേഹമാണ്. ഭഗവാൻ പറയും, രാമകൃഷ്ണദേവനൊക്കെ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, കൊടുങ്കാറ്റുള്ളപ്പോൾ വിളക്കും പിടിച്ച് നടക്കുക പറഞ്ഞാൽ പ്രയാസമാണ്, പക്ഷേ ആ സമയത്ത് സ്വന്തം അമ്മയുടെ കൈ പിടിച്ച് നടക്കുക പറഞ്ഞാൽ എളുപ്പമാണ്. കാളിയുടെ കൈ പിടിച്ച് നടന്നാൽ മതി എന്ന് ശ്രീരാമകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തന്നെ വിളക്കം പിടിച്ച് നടക്കാൻ പോകുന്ന പരിപാടിയാണ് കർമ്മയോഗവും ജ്ഞാനയോഗവും. അതിന് പകരം ഭഗവാന്റെ കൈ പിടിച്ച് നടന്നാൽ പോരെന്നാണ് ചോദിക്കുന്നത്. നേരത്തെ അർജുനൻ ചെയ്തതാണ്, താൻ പോരുമ കാണിച്ചു. സന്താനഗോപാലൻ കഥയുടെ അടിസ്ഥാനമാണ്. ഭഗവാന്റെ കൈ പിടിച്ചപ്പോഴേ വൈകുണ്ഠം കണ്ടുള്ളൂ, അപ്പോഴേ കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാനും പറ്റുള്ളൂ. അത് മനസ്സിലാക്കിയാൽ മതി. എന്നിട്ട് പറയാണ്, ഭക്തി എന്ന് പറയണത് ആ കൈയാണ്. അതാ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഭഗവാന്റെ കൈ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഗുരുവായൂരപ്പ എന്നെ കൈവിടല്ലേ എന്നൊന്നും പ്രാർത്ഥിക്കല്ലേ. ഗുരുവായൂരപ്പൻ്റെ അടുത്ത്, ഗുരുവായൂരപ്പ എന്നെ കൈവിടല്ലേ എന്ന് ഒരിക്കലും പ്രാർത്ഥിക്കരുത്. ഞാൻ ആ കൈ വിടില്ല എന്ന് പറഞ്ഞിട്ട് പോകണം. മൂപ്പര് കൊടയും കൊതറും എറിയാൻ നോക്കും, വിടരുത്. ചേലയിലെങ്കിലും പിടിച്ച് എഴയണം. ചെറിയ കുട്ടികൾ കണ്ടിട്ടില്ല, അമ്മയുടെ സാരി പിടിച്ച് വഴി കൂടെ അതുമാതിരി വിടരുത്. കുറേ കഴിയുമ്പോൾ ഒക്കത്തെടുക്കും. ആ എടുപ്പിക്കണ വരെയുള്ള ഒരു സ്ട്രഗിളുണ്ട്. അതുകൊണ്ട് കൈ വിടരുത്. ആ കൈ ഭഗവാന്റെ കൈ, നമ്മൾ വിടരുത്. ഇവിടെ ഭഗവാൻ സൗന്ദര്യത്തിൻ്റെ സാരമായിട്ട് വർണ്ണിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് സ്നേഹം താനെ വരും. സൗന്ദര്യമുള്ളതിനോടൊക്കെ മനുഷ്യ മനസ്സിന് സ്നേഹം തോന്നും. ആ സിമ്പിൾ, അപ്പുറത്ത് വഴിതെറ്റിപ്പോകാവുന്ന ഒരു സാധനത്തിനെ എടുത്ത് എത്ര ഭംഗിയായിട്ട് ശുദ്ധീകരിച്ചു നോക്കൂ, എത്ര ഭംഗിയായിട്ട്. പക്ഷെ നമ്മുടെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ, മധുരഭക്തി എന്നുള്ള പേരിൽ വഴി കൂടെ പോണ സകല ആണുങ്ങളിലും കൃഷ്ണനെ കാണുന്ന ചില ആൾക്കാർ വന്നിട്ടുണ്ട്. അവരെ സൂക്ഷിക്കണം, അത് മഹാപകടമാണ്. ആ മധുരഭക്തി ഫേസ്ബുക്ക് ഭക്തി, അത് സൂക്ഷിക്കേണ്ടത് വളരെ വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് മധുരഭക്തി അത്രയും ഡേഞ്ചർ. വല്ലഭാചാര്യർ മധുരഭക്തി അംഗീകരിച്ചിരുന്നില്ല. അദ്ദേഹം പറയും, അദ്ദേഹം രാധയെ അംഗീകരിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മകൻ വിട്ടൽനാഥനും ഗോപിനാഥന്മാരുമാണ് വല്ലഭ സമ്പ്രദായത്തിലേക്ക് രാധാദേവിയെ കൊണ്ടുവരുന്നത്. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഉണ്ണിയെ അല്ലാണ്ട്, വാത്സല്യമായിട്ടല്ലാണ്ട് വേറെ ഒരു രൂപത്തിനും അംഗീകരിച്ചിരുന്നില്ല. അദ്ദേഹം പറഞ്ഞ അപകടമാണ്. പക്ഷെ അതിലൊരു സത്യമുണ്ട്. നമ്മൾ സാധാരണക്കാർക്ക് മധുരഭക്തി ഡബിൾ എഡ്ജ് സോഡാണ്. കാരണം മനുഷ്യനോടുള്ള പ്രേമം ഏതാ, ഭഗവാനോടുള്ള പ്രേമം ഏതാന്ന് തിരിച്ചറിയാതെ കുഴപ്പത്തിൽ പോയി ചാടും. കാണുന്ന ആളൊക്കെ കൃഷ്ണനാണ് രാധയാണ് തോന്നി എന്താ അവസ്ഥ? കയ്യിൽ നിന്ന് പോകും ജീവിതം. കാണുന്നതൊക്കെ സ്വന്തം കുട്ടിയാണെന്ന് തോന്നിയാൽ കൂടെ കുഴപ്പമില്ലേ? അതുകൊണ്ട് വാത്സല്യഭക്തി ഒക്കെയാണ്. ഇത് മഹാ അപകടമാണ്. അതുകൊണ്ട് മാധുര്യഭക്തി ഏറ്റവും സൂക്ഷിച്ചിട്ട് അത്രയും ഉയർന്ന ആൾക്കാർക്കുള്ളത് മാത്രമാണ്. അതുകൊണ്ടാണ് ഗോപികമാരുടെ ഭക്തിയെ അനുവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കഷ്ടമുള്ള ഭക്തിയാണ് ഗോപികമാരുടെ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവർ കൃഷ്ണനോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് വരണ്ടെന്നാണ് പറഞ്ഞത്, ഞങ്ങൾ ഇവിടെ നിന്ന് ആലോചിച്ച് അങ്ങനെ ജീവിച്ചോളാം. എന്ത് ധൈര്യം വേണമെന്ന് ആലോചിച്ച് നോക്കും. അങ്ങനെ ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് കടക്കണ്ടെന്നാണ് പറഞ്ഞത്.
കാണണം നീ ആഗ്രഹിക്കില്ല. ആദ്യം പുറകെ ഓടുകയൊക്കെ ചെയ്തു. പിന്നെ അവർക്ക് മനസ്സിലായി ഇങ്ങനെ ഇരുന്ന് സുഖിക്കലാണ് ഏറ്റവും ഗംഭീരം. അതുകൊണ്ടാണ് അവരെ ഭക്തോത്തമങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളത്. കാരണം സദാ സ്മരിക്കുകയാണ്. കൂടെയുള്ള ഒരാളെ നമുക്ക് വിലയുണ്ടാവില്ല, കാണാത്ത ആളെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഭക്തിയുടെ പവർ. അതുകൊണ്ട് വിരഹമാണ് ഭക്തിയുടെ കോർ സ്ട്രെങ്ത്. അത് മനുഷ്യഭാവത്തിൽ കൊണ്ടുവരുമ്പോൾ മാധുര്യമായിട്ട് വേണോ വാത്സല്യമായിട്ട് വേണോ എന്നുള്ളത് അവനവൻ്റെ പക്വത അനുസരിച്ച് തിരഞ്ഞെടുത്തില്ലെങ്കിൽ വഴിതെറ്റിപ്പോവും. അത് ശ്രദ്ധിക്കണം. അത്രയേ ഉള്ളൂ. അത് വഴിയെ വന്നപ്പോൾ അങ്ങനെ ഞാൻ ആ വഴി കൂടെ ഒന്നിങ്ങനെ വെച്ചു കൊടുത്താൽ. അപ്പോൾ അത് പോട്ടെ. 9ഉം 10ഉം ശ്ലോകങ്ങളിൽ, അവസാനത്തെ 2 ശ്ലോകങ്ങളിൽ കുറുക്ക് വഴി ഭക്തിയാണ് എന്ന് പറയുന്നു. പക്ഷെ ആ കുറുക്ക് വഴി മടി കൊണ്ടല്ല, മുഴുകാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് മുഴുകണം. ജ്ഞാനം കൊണ്ടോ കർമ്മം കൊണ്ടോ നമുക്ക് ഭഗവാനിൽ മുഴുകാൻ പറ്റില്ല. മുഴുകാൻ ഒരൊറ്റ വാർക്കയുള്ളൂ, എടുത്ത് ചാടുക. എടുത്ത് ചാടിയിട്ട് അങ്ങോട്ട് ലയിക്കുക. ശ്രീരാമകൃഷ്ണദേവൻ തന്നെ ചോദിച്ചിട്ടുള്ളൊരു കഥയുണ്ട്. ഒരു ഉപ്പ് പാവ എടുത്ത് കടലിലിട്ട് അതെങ്ങനെ മുങ്ങി മരിക്കുന്നു. ഉപ്പ് പാവ, ഒരു ഉപ്പ് കൊണ്ടൊരു പാവ ഉണ്ടാക്കിയിട്ട് കടലിലെറിയുക. കടലിലെറിഞ്ഞാൽ ഉപ്പ് പാവ മുങ്ങി മരിക്കുക. എങ്ങനെയാണ് ഉപ്പ് പാവ മുങ്ങി മരിക്കുക? മുങ്ങി മരിക്കാൻ തന്നെ ഒരു അപ്പോഴേക്കത് അലിഞ്ഞു പോവും. അതുപോലെ അലിയണം എന്നാണ് ഭഗവാനിൽ. മുങ്ങിയൊന്നും മരിക്കരുത്, അലിയണം. ആ അലിയലിന് വേണ്ടിയിട്ടാണ് ഭക്തി. അതുകൊണ്ട് ഇതിനെ കുറുക്ക് വഴി എന്ന് പറഞ്ഞിട്ട് മോശം പറയരുത്. ചിലർ കഠിനമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് സ്വയം തളർന്നു പോകും. വേറെ ചില ആൾക്കാർ തർക്കങ്ങളും യുക്തികളിലും ഒക്കെ മുഴുകിയിട്ടും സ്വയം തളരും. കുറേ കാലം ഇൻ്റലക്ച്വൽ ഗെയിം കളിക്കും, നിരീശ്വരവാദവും ആ സമ്മിറ്റും ഈ കോൺഫറൻസിനും ഒക്കെ പോവും. കുറേ കാലം കഴിയുമ്പോൾ വീട്ടിൽ വയ്യാണ്ടായിട്ട് ഇരിക്കുന്ന സമയത്ത് ഈ നിരീശ്വരവാദവും ഇതും ഒന്നും സമ്പത്തും ഒന്നും സഹായിക്കില്ല. ആ സമയത്താണ് ഒന്നുമില്ലെങ്കിൽ ജീവിതത്തിനോട് മുഴുവൻ വെറുപ്പാവും. അപ്പോൾ കുറേ കവിതയൊക്കെ എഴുതും. വായിച്ചു കഴിഞ്ഞാൽ തന്നെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കരച്ചിൽ വരണമായിട്ടുള്ള കവിത. ചിലത് ജീവിതം ദുരന്തമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടില്ല, ആധുനിക കവിതകൾ. ആർക്കും ഒന്നും മനസ്സിലാവില്ല. അതുമാതിരി കുറേ സാധനം എഴുതി വയ്ക്കും. അത് എഴുതണവനും ഗുണമില്ല, വായിക്കണവൻ കൂടുതൽ നെഗറ്റീവ് ആവുകയും ചെയ്യും. ഇങ്ങനത്തെ കുറേ വികല സൃഷ്ടികൾ ഉണ്ടാക്കി വയ്ക്കും. തിരിച്ചറിവുള്ളവൻ ഭട്ടതിരിയെ പോലെ ഒന്നെഴുതും, ആ ഒന്ന് ലോകത്തിനെ മാറ്റിമറിക്കും. അതാണ് സംഭവിക്കുന്നത്. സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടും അനവധി ജന്മങ്ങൾ എടുത്തേക്കാം. പക്ഷെ ഭക്തി ആ ഒരു തിരക്കും കൂട്ടുന്നില്ല. ഭക്തിയുടെ പരിപാടി എന്താ? ഭഗവാനിൽ ഇങ്ങനെ മുഴുകി 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 ഹാപ്പി ആയിട്ട് ജീവിക്കുക. ഇനി ഞാൻ എത്ര ജന്മം എടുക്കേണ്ടി വരും എന്നുള്ള വ്യാകുലതയില്ല. എത്ര കാലം തപസ് ചെയ്താലാണ് എനിക്ക് വരം കിട്ടുക എന്നുള്ള വിഷയമില്ല. എന്നെങ്കിലൊക്കെ ഇത് നടക്കുമോ, എന്നെങ്കിലൊക്കെ ഭഗവാനെ കാണുമോ, അതുപോലും ഇല്ല യഥാർത്ഥ ഭക്തിയിൽ. കാരണം ഭഗവാനെ കാണുക അത് വലിയ കാര്യമാണെന്ന പലരുടെയും വിചാരം. അതും ആഗ്രഹമാണ്. മോക്ഷം വേണമെന്ന് ആഗ്രഹിക്കുക, അതും ആഗ്രഹമാണ്. അപകട. ഭക്തിയിൽ അതൊന്നുമില്ല. ഭക്തിയിൽ ഭഗവാനിൽ ഇങ്ങനെ ഇരിക്കുക. ഭഗവാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, നമ്മളിവിടെ ഇരിക്കുന്നുണ്ട്. ഭഗവാൻ നമ്മുടെ കൂടെ കളിക്കുന്നുണ്ട്, നമ്മൾ കളിക്കുന്നുണ്ട്. ഭഗവാനായിട്ട് കുസ്തി പിടിക്കുന്നുണ്ട്, നമ്മളിപ്പോഴും കുസ്തി പിടിക്കുന്നുണ്ട്. സദാ ഇത് തന്നെ. എപ്പോഴും ദിവസങ്ങളും മാസങ്ങളും പോണതറിയാതെ ഇങ്ങനെ ഭഗവാനിലിരിക്കുക. ഗൃഹസ്ഥരായിട്ടുള്ള നമുക്ക് അതിനുള്ള വിദ്യ എന്താ? നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ സകല കർമ്മങ്ങളും ക്രിയകളിലും ഭഗവാനെ കൂടെ കൂട്ടുക. അടുക്കളയിലും ഓഫീസിലും എന്താ പറയുക, എല്ലാ സ്ഥലത്തും എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ ഭഗവാനെ കൂടെ കൂട്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ ആനന്ദം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. സദാ സദാ ഭഗവാൻ. ഇതാണ് നിരന്തര സ്മരണ. അല്ലാണ്ട് നിരന്തര സ്മരണ കിട്ടില്ല. കൂടെ കൂട്ടാണ്ട് നിരന്തര സ്മരണ വരില്ല. ഭഗവാന്റെ കഥകളാകണം. അമൃതപ്രവാഹത്തിൽ മുങ്ങിക്കുളിക്കുമ്പോൾ അത് നമ്മളെ സ്വയം ശുദ്ധീകരിക്കും, ജ്ഞാനം തുറന്നു നൽകും, വേഗത്തിൽ ആന്തരികമായിട്ടുള്ള പൂർണ്ണത നൽകുകയും ചെയ്യും. അവസാനത്തെ പ്രാർത്ഥന വളരെ അടുപ്പാണ്. ഭഗവാനോട് പറയണം, അങ്ങയുടെ പാദങ്ങളിൽ ഏറ്റവും പക്വത വന്നിട്ടുള്ള സ്നേഹം കൊണ്ട് അലിയണ ഒരു ഹൃദയം തരണേ ഗുരുവായൂരപ്പാ എന്നാ പ്രാർത്ഥിക്കണ ഭട്ടതിരി. നോക്കൂ, ഇവിടെയും ആദ്യമേ ചാടിക്കയറി എൻ്റെ രോഗം മാറ്റണമെന്നൊന്നുമല്ല പറഞ്ഞത്. അതിനുള്ള അർഹത ഉണ്ടാക്കുകയാണ്. കർമ്മം കത്തിക്കാനുള്ള അർഹത ഉണ്ടാക്കുകയാണ്. ഭഗവാന്റെ പാദങ്ങളിൽ പക്വതയുള്ള സ്നേഹം കൊണ്ട്, ഭഗവാനോട് പൊസസീവ്നെസ് വിചാരിക്കാതെ. അതാണ് പക്വതയുള്ള സ്നേഹം. അവന് വരം കൊടുത്തു, എനിക്ക് തന്നില്ല. ഈ വിഷയമൊന്നും ഭഗവാന്റെ അടുത്ത് പോയിട്ട് ചെയ്യാൻ പാടില്ല. പട്ടണത്താർക്ക് പോലും അബദ്ധം പറ്റിയെന്നാണ് പറയണത് ഒരിക്കൽ. അപ്പോൾ ഇവിടെ പറയണത് അങ്ങനെ അലിയണൊരു ഹൃദയം തരണം. സിദ്ധികൾക്കായിട്ട് നമ്മൾ ഒരിക്കലും ചോദിക്കാൻ പാടില്ല, കണ്ണുനീരിനായിട്ട് ചോദിക്കാനാണ് പറയണത്. ഭഗവാനെ എനിക്ക് കൂടുതൽ കണ്ണുനീര് വേണം, ആനന്ദ കണ്ണീര്. അതാണ് കുന്തി പറഞ്ഞത്, കൃഷ്ണ എനിക്ക് ദുഃഖങ്ങൾ തരൂ. അതവർ ഡിപ്രഷൻ മോങ്കറായതുകൊണ്ടല്ല, അവർക്ക് സൈക്കോളജിക്കൽ പ്രോബ്ലം ഒന്നുമില്ല. എനിക്കിനിയും ദുഃഖം വേണം, എനിക്ക് ദുഃഖം വേണമെന്ന് പറയാൻ അവർക്ക് ഭ്രാന്തൊന്നുമില്ല. അവർക്ക് മനസ്സിലായി ഓരോ ദുഃഖത്തിനെയും ഭഗവാൻ അതിജീവിപ്പിച്ച് കടത്തിവിടുമ്പോൾ താൻ എത്രത്തോളം കൂടുതൽ ശക്തയാവണമെന്നും എത്രത്തോളം ഭഗവാനോട് ചേർന്ന് നിൽക്കണമെന്നും ഓരോ ദുഃഖത്തു നിന്നും താൻ പുറത്ത് കിടക്കുന്നത് ഭഗവാന്റെ എത്ര വലിയ അത്ഭുതമാണെന്നും വീണ്ടും വീണ്ടും കാണാനുള്ള ആ ആഗ്രഹം കൊണ്ടാണ്. എനിക്കിനിയും ദുഃഖം തരൂ കൃഷ്ണ എന്ന് പറഞ്ഞു. കുന്തിസ്തുതി വായിച്ചിട്ടില്ലേ? ഇനിയും ദുഃഖം തരാനാണ് പറയണത്. അതുകൊണ്ട് കണ്ണീരിനായിട്ട് ചോദിക്കണം, നമ്മൾ ദാഹത്തിനായിട്ട് ചോദിക്കണം എന്ന് പറയും. അതേമാതിരി ദാഹം വന്നാൽ ഭഗവാൻ അടുത്തേക്ക് വരാണ്ടിരിക്കാൻ പറ്റില്ല. ഭഗവാനെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകുന്നുള്ള അവസ്ഥ.
വീണ്ടും ശ്രീരാമകൃഷ്ണദേവനെ തന്നെ പറയാം. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, വെള്ളത്തിൽ ഒരുത്തൻ നമ്മുടെ കഴുത്ത് ഇങ്ങനെ മുക്കി പിടിക്കുകയാണ്, ശ്വാസം കിട്ടാണ്ട് കിടന്ന് പെട്ടഞ്ഞിട്ട് നമ്മൾ അവസാനം അങ്ങനെ പുറത്തേക്ക് വരണം, അതുപോലെ വിളിക്കണം എന്ന് ഭഗവാനെ. അപ്പോൾ വരുന്നു. ഞാൻ അങ്ങനെ വിളിച്ചപ്പോഴാണ് കാളിയെ കണ്ടതെന്നാണ് പറഞ്ഞു. ഇനി ഞാൻ കണ്ടില്ലെങ്കിൽ മരിച്ചു പോവും എന്ന അവസ്ഥയിൽ വിളിക്കുക. അപ്പോൾ കാണും എന്ന് പറയണു. ഒന്നാമത്തെ ദശകം പറഞ്ഞു രൂപമില്ലാത്ത സത്യം ഗുരുവായൂരിൽ ദൃശ്യമായിട്ടുണ്ടെന്ന്. രണ്ടാമത്തെ ദശകം പറഞ്ഞു ഈ ദൃശ്യമായിട്ടുള്ള രൂപം അത്രയ്ക്ക് മധുരമുള്ളതാണ്, അത് മനസ്സ് താനേ പരിവർത്തനം ചെയ്യും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടാം നിര വഴിയല്ല, സെക്കൻഡ് ഗ്രേഡ് പാതയല്ല, അത് മനുഷ്യന് സഹജമായിട്ടുള്ള നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നടത്താൻ പറ്റുന്ന, കൊണ്ടു നടക്കാൻ പറ്റുന്നൊരു പാതയാണ്. ഈ ദശകത്തിലെ സാധന ചെയ്യാനായിട്ട് ഒരു വാചകം വേണമെങ്കിൽ ഒരു വിദ്യ പറയാം. ഗുരുവായൂരപ്പനെ നോക്കുക, എന്നിട്ട് നിശബ്ദമായിട്ട് ചോദിക്കുക, ലക്ഷ്മി ദേവി അങ്ങയുടെ സൗന്ദര്യത്തെ സ്നേഹിക്കണ പോലെ എൻ്റെ മനസ്സും അങ്ങയെ സ്നേഹിക്കാൻ പഠിക്കട്ടെ എന്ന് പറയുക. അമ്മയുടെ അടുത്ത് നമ്മൾ പ്രാർത്ഥിക്കണം, അമ്മ എങ്ങനെയാണോ ഭഗവാനെ സ്നേഹിക്കണം അതുപോലെ ഭഗവാനെ സ്നേഹിക്കാൻ എൻ്റെ മനസ്സിനെ പ്രാപ്തമാക്കി തരണേ എന്നാണ് മഹാലക്ഷ്മിയുടെ അടുത്ത് ചോദിക്കേണ്ട ഏറ്റവും വലിയ പ്രാർത്ഥന. അല്ലാണ്ട് അമ്മയെ എൻ്റെ ഡെപ്പോസിറ്റ് കൂട്ടി തരണേന്നല്ല. ഇതാണ് ചോദിക്കേണ്ടത്. ഭട്ടതിരി അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആ വാക്ക് ഞാൻ പറഞ്ഞത്, പരമാനന്ദ സന്തോഹ ലക്ഷ്മി. അത് മറക്കരുത്. മൂന്നാമത്തെ ദശകം ഭക്തി പ്രാർത്ഥനയാണ്.